ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് എം പി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഡീൻ കുര്യാക്കോസ്, ഈ വന്യജീവി ശല്യത്തിൽ ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എന്തുകൊണ്ട് സർക്കാർ കടക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഇപ്പോൾ ചെറിയൊരു ഉത്തരം സംസ്ഥാന സർക്കാർ നൽകുകയാണ്. ഈ ക്ഷുദ്രജീവികളെ കൊല്ലുന്നതിനുള്ള നിയമത്തിൽ ഭേദഗതി ആവശ്യപ്പെടുന്ന ഒരു ബില്ലിന് പ്രത്യേക മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നു. അത് സഭ കടന്ന് കേന്ദ്ര സർക്കാരിന് മുന്നിലെത്തിയാൽ എന്താണ് സംഭവിക്കാൻ സാധ്യത? ഈ നീക്കത്തെ എങ്ങനെ കാണും? അല്ല, നിലവിലുള്ള നിയമത്തിൽ തന്നെ മൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി ഉണ്ടല്ലോ. അതില്ലെന്ന് വ്യാഖ്യാനിച്ചിടത്തല്ലേ ഈ പ്രശ്നമുള്ളത്. എനിക്ക് തോന്നുന്നത് ഇത് എന്തിനാണ് സംസ്ഥാന ഗവൺമെന്റ് ഈ ഒരു തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് നിലവിലുള്ള കേന്ദ്ര നിയമം അനുസരിച്ച് സെക്ഷൻ 11(1)(a and b അതനുസരിച്ച് ഏത് വന്യമൃഗവും അപകടകാരിയായാൽ അതിനെ കൊല്ലാനുള്ള അനുമതി ഉണ്ട്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അത് നടപ്പിലാക്കിയിട്ടുണ്ട്. പീരുമേടിൽ ഒരു കടുവയെ വെടിവെച്ചുകൊണ്ടെന്നത് മുഴുവൻ TV ചാനലുകളും നേരിട്ട് ലൈവായിട്ട് സംപ്രേഷണം ചെയ്യുന്നതാണ്. ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയിലുണ്ട്. എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത്? നിലവിലുള്ള നിയമത്തിൽ അങ്ങനെ അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഏത് മൃഗമാണ് അക്രമകാരി എന്ന് ഞങ്ങൾക്ക് നിരൂപിക്കാൻ കഴിയുന്നില്ല എന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വ്യാഖ്യാനിച്ചിട്ടാണ് ഈ പ്രശ്നമുള്ളത്. അപ്പൊ അതിന്റെ പേരിൽ ഈ ഗവൺമെന്റ് ഒരുപാട് പഴി തെറ്റിട്ടുണ്ട്, ഒരുപാട് പ്രതിക്കൂട്ടിലാണ്. അങ്ങനെയുള്ള ഒരവസരത്തിൽ ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടുന്നതിന് കാരണം ഒരു കേന്ദ്ര നിയമം നിലനിൽക്കുന്നു. ആ കേന്ദ്ര നിയമത്തിനനുസരിച്ച് തന്നെ കൊല്ലാനുള്ള അനുമതിയുമുണ്ട്. അപ്പൊ പിന്നെ മറ്റൊരു നിയമത്തിന്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നില്ല. അത് വ്യക്തമായി കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു തരത്തിൽ എന്താണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ മീഡിയ റിപ്പോർട്ട് കാണുമ്പോഴാണ് ഇങ്ങനെ ഒരു നീക്കത്തെ സംബന്ധിച്ച് മനസ്സിലാകുന്നത്. എന്ത് തന്നെയാണെങ്കിലും രണ്ടാമതൊരു അഭിപ്രായമില്ല. വന്യമൃഗങ്ങൾ അക്രമകാരികളാകുമ്പോൾ അവയെ വെടിവെച്ച് കൊല്ലുക തന്നെ വേണം. അതിനകത്ത് രണ്ടാമതൊരു അഭിപ്രായമില്ല. അതിനകത്ത് ശാശ്വത പരിഹാരമാണ് വേണ്ടത്. ശരി, നന്ദി ശ്രീ ഡീൻ കുര്യാക്കോസ് MP. എന്തായാലും ഈ ബില്ലിനിപ്പോൾ പ്രത്യേക മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നു. സ്വാഭാവികമായും ഈ ബിൽ സഭ കടക്കും. കേന്ദ്ര സർക്കാരിന് മുന്നിലെത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയണം.